നമസ്കാരം. തനു സ്പേസ് ടിപ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന ഫാർം വർക്കർ എന്ന പോസ്റ്റിലേക്ക് നടന്ന എക്സാമിൻ്റെ പ്രൊഫഷണൽ ആൻസറൊക്കെയാണ് നമ്മളോട് നോക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 91/2024 സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് എന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള എക്സാമായിരുന്നു നടന്നത്. അപ്പോൾ LD എക്സാം എഴുതുന്ന എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സ് നോക്കി വേഗം പോകാം. അതുപോലെ തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, മഹാരാഷ്ട്ര. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയം ഏതാണ്? നീൽദർപ്പൺ, ആനന്ദമഠം, ഗോദാൻ, ഗീതാഞ്ജലി. ആൻസർ ഓപ്ഷൻ ബി, ആനന്ദമഠം. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇട്ടെങ്കിലും ജാലിയൻവാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി. ജാലിയൻവാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്, രവീന്ദ്രനാഥ് ടാഗോർ, ഗാന്ധിജി, മൗലാന മുഹമ്മദ് അലി. ആൻസർ ഓപ്ഷൻ സി, ഗാന്ധിജി. നെക്സ്റ്റ് വൺ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിക്കപ്പെടുന്നത്? ബംഗാൾ, ഡൽഹി, ബോംബെ, ബീഹാർ. ആൻസർ ഓപ്ഷൻ എ, ബംഗാൾ. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത്? ഗോപാലകൃഷ്ണ ഗോഖലെ, മൗലാന അബ്ദുൽ കലാം ആസാദ്, രാജാറാം മോഹൻ റായ്, മുഹമ്മദ് ഇക്ബാൽ. ആൻസർ ഓപ്ഷൻ ബി, മൗലാന അബ്ദുൽ കലാം ആസാദ്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് ഏതാണ്? ആമുഖം ജവഹർലാൽ നെഹ്റു, മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗം 3, നിർദ്ദേശ തത്വങ്ങൾ മഹാത്മാഗാന്ധി, ലക്ഷ്യപ്രമേയം ഡോക്ടർ BR അംബേദ്കർ. ആൻസർ ഓപ്ഷൻ ഡി, ലക്ഷ്യപ്രമേയം ഡോക്ടർ BR അംബേദ്കർ. തെറ്റ് പ്രസ്താവന, തെറ്റായത് ലക്ഷ്യപ്രമേയം ഡോക്ടർ BR അംബേദ്കർ എന്നാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക. ദൃഢവും അയവുള്ളതുമായ ഭരണഘടന, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന, മാർഗനിർദ്ദേശക തത്വങ്ങൾ. ആൻസർ ഓപ്ഷൻ സി, 1, 2, 4 ആണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു? ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയെ പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ആൻസർ ഓപ്ഷൻ ബി ആണ്, പാർലമെന്റ് ആണ്. നെക്സ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സൗജന്യ നിയമസഹായം, ലഹരി വസ്തുക്കളുടെ നിരോധനം. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1, 2 ആണ് മൗലിക അവകാശങ്ങൾ വരുന്നത്. നെക്സ്റ്റ് വൺ, നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കൂ എന്നതാണ്. ആരുടെ വാക്കുകളാണിത്? ആൻസർ ഓപ്ഷൻ എ ആണ്, പ്ലേറ്റോ. താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ്. അലസ്തർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അലസ്തരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആൻസർ ഇതാണ്, ഓപ്ഷൻ എ, ചട്ടമ്പി സ്വാമികൾ. തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. അയ്യങ്കാളി, കല്ലുമാല സമരം, ശ്രീനാരായണ ഗുരു, അരുവിപ്പുറം ക്ഷേത്രപ്രതിഷ്ഠ, വൈകുണ്ഠസ്വാമികൾ ഐത്യത്തിനെതിരെ കിണറുകൾ കുഴിച്ചു, സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു, രാമകൃഷ്ണ പിള്ള. ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു, രാമകൃഷ്ണ പിള്ള. തെറ്റ് ജോഡിയാണ്. നെക്സ്റ്റ്, ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? ആൻസർ ഓപ്ഷൻ എ, തിരുവിതാംകൂർ. അടുത്തത്, വൈറ്റ് സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭൻ നേതൃത്വത്തിൽ സവർണജാഥ നടത്തിയത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1924 നവംബർ 1. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? EMS നമ്പൂതിരിപ്പാട്.
ഓപ്ഷൻ എ EMS നമ്പൂതിരിപ്പാട്. 2024 നിലവിൽ വന്ന ലോക്സഭ എത്രാമത്തതാണ്? ഓപ്ഷൻ സി 18. ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? 1954 ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പുവെച്ച കരാർ ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് ഇതിലെ പ്രധാന തത്വമാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് അയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ജവഹർലാൽ നെഹ്റുവും ചൗലായുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് ബന്ധമില്ലാത്തത്. താഴെ കൊടുത്തിരിക്കുന്നവയെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന നിലവിൽ വന്നു. ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു. ചന്ദ്രയാൻ ദൗത്യം. ആൻസർ ഓപ്ഷൻ എ 1, 2, 3, 4 കറക്റ്റ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്കിശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി ഏതാണ്? ഭിലായി സോവിയറ്റ് യൂണിയൻ, റൂർക്കല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ, ബൊക്കാറോ ഫ്രാൻസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് 4. ബൊക്കാറോ ഫ്രാൻസ് ആണ് തെറ്റായത്. നെക്സ്റ്റ്, ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1-ാം പഞ്ചവത്സര പദ്ധതിയെ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? 51-56 ആണ് പദ്ധതിയുടെ കാലയളവ്. വ്യവസായ വികസനത്തിന് ഊന്നൽ നൽകി. കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി. ഹാരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 3, 4 ശരിയായ പ്രസ്താവനകൾ. നെക്സ്റ്റ് വൺ, അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ് അണക്കെട്ടുകൾ തുടങ്ങുന്ന വാക്കുകൾ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറി. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയതെന്നാണ്? 2023 ഓഗസ്റ്റ് 23. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക. പത്കായി ഭൂം, മിസോ കുന്നുകൾ, ഹിമാദ്രി, ഗാരോ ഖാസി കുന്നുകൾ. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 4 വരുന്നത്. പത്കായി, മീസോ കുന്നുകളും ഗാരോ ഖാസി കുന്നുകളുമാണ് ഉൾപ്പെടുന്നത്. അടുത്തത്, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമുദ്രവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. താരതമ്യേന വീതി കൂടുതലാണ്. ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. 2, 4 ശരിയല്ലാത്തത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. അറബിക്കടലിലാണ് ദ്വീപസമൂഹം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ. പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപസമൂഹത്തിന്റെ തലസ്ഥാനം. 36 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് നിക്കോബാർ. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 2, 3. താഴെ നൽകിയിട്ടുള്ളതിൽ ഇന്ത്യയുടെ കിഴക്ക് തീരം സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. കാണ്ടില, നവശേവ, പാരദ്വീപ്, ഹാൽഡിയ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 3, 4 പാരദ്വീപ് ആൻഡ് ഹാൽഡിയ ആണ് കിഴക്കൻ തീരത്ത്. ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? ആൻസർ ഏതാണ്? കൃഷ്ണ നദി. നെക്സ്റ്റ് വൺ, കേരളത്തിൽ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ കൊടുത്തിട്ടുണ്ട്. ശരിയല്ലാത്തത് കണ്ടെത്തുക. വാഴച്ചാൽ തൃശ്ശൂർ, ചീയപ്പാറ പത്തനംതിട്ട, പാലരുവി കൊല്ലം, തുഷാരഗിരി കോഴിക്കോട്. ആൻസർ ഓപ്ഷൻ ബി ചീയപ്പാറ പത്തനംതിട്ട. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. വേമ്പനാട് കായലിൽ പതിക്കുന്ന പമ്പ നദിയുടെ പോഷക നദികളാണ് കക്കി, കല്ലാർ. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു. ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്.
കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഇരവികുളം. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ശരിയായത്. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിൽ സഹായിച്ച രാജ്യമാണ് കാനഡ. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ശബരിഗിരി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപ്പാദന ശേഷി 680 മെഗാവാട്ട്. തെറ്റായ പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി. 2ഉം 4ഉം എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. 2ഉം 4ഉം തെറ്റായ പ്രസ്താവനകൾ. നെക്സ്റ്റ് വൺ, കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായില്ലാത്തത് ഏതാണ്? സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുണ്ട്. ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം. മലനാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. മലനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ആണ്. 1 മാത്രം. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവരാരല്ല? ആൻസർ ഓപ്ഷൻ സി. 1, 2, 4. KT ഇർഫാൻ, സിനി ജോസ്, അഞ്ജു ബേബി ജോർജ്. KT ഇർഫാൻ, സിനി ജോർജ്, അഞ്ജു ബേബി ജോർജ് ആണ് കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നത്. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി. 2ഉം 3ഉമാണ് യോജിക്കാത്ത. 2ഉം 3ഉമാണ് യോജിക്കാത്തവ. മത്സ്യബെഡിന്റെ ആസ്ഥാനം കൊച്ചിന്ന് യോജിക്കുന്നില്ല. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം മത്തിയാണെന്നും യോജിക്കുന്നില്ല. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ. പെരിയാറാണ്. താഴെ പറയുന്നവയിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല ഏതാണ്? കടൽ തീരം ഇല്ലാത്ത ജില്ല ഏതാണ്? ഓപ്ഷൻ സി. പത്തനംതിട്ടയാണ്. താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ്? ഓപ്ഷൻ സി. ദേശീയ ജലപാത 3 ആണ്. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓഗസ്റ്റ് 23, 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി. SK വസന്തൻ. ഓപ്ഷൻ ബി. SK വസന്തൻ. സംസ്ഥാന സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് കെടാവിളക്ക്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം ഏതാണ്? ഓപ്ഷൻ സി. വിരാട് കോഹ്ലി. താഴെ തന്നിരിക്കുന്നവയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻസ് നോക്കാം. വോട്ടർ പട്ടിക തയ്യാറാക്കൽ, ചിഹ്നങ്ങൾ അനുവദിക്കൽ, ഫലപ്രഖ്യാപനം, വോട്ട് മാറ്റിട്ടും രൂപീകരിക്കൽ. ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. പട്ടിക തയ്യാറാക്കൽ, തിരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കൽ, വോട്ടിംഗ്, ഫലപ്രഖ്യാപനം, വോട്ടെണ്ണൽ, പെരുമാറ്റച്ചട്ടങ്ങൾ രൂപീകരിക്കൽ എല്ലാം എന്താണ്? കമ്മീഷൻ ചുമതലയാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം ബന്ധപ്പെട്ട ലയനക്കരാർ തയ്യാറാക്കിയത് ആരല്ല? ഓപ്ഷൻ സി ആണ് ആൻസർ. സർദാർ പട്ടേൽ, VP മേനോൻ. നെക്സ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്നതിൽ ഖാരിഫ് വിള ഏതാണ്? ഖാരിഫ് വിള ഏതാണ്? ഓപ്ഷൻ ബി. നെല്ലാണ് ഖാരിഫ് വിള. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു ഏതാണ്? അറബിക്ക. ISRO സ്ഥാപിതമായ വർഷം 1969. യുനെസ്കോയുടെ സാഹിത്യനഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? കോഴിക്കോട്. 2021 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ എ ആണ്. ബീഹാർ ആണ് ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകൾ എത്രയാണ്? ഓപ്ഷൻ ഡി. 107 ആണ്. സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം എന്താണ്?
ആദിത്യ L1. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെ കാണപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, ചെവി. താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1ഉം 4ഉം ആണ് ശരി. 1 വിറ്റാമിൻ എയുടെ കുറവുണ്ടാകുന്ന രോഗമാണ് നിശാന്തത. 4 ബെർബറി എന്ന രോഗം വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു. നെക്സ്റ്റ് 1 ബുദ്ധിമാന്റെ നെല്ലെന്നറിയപ്പെടുന്ന നെല്ലിനം ഏതാണ്? ഓപ്ഷൻ എ പൊക്കാളി. ബുദ്ധിമാന്റെ നെല്ല് പൊക്കാളി. കേരള വനഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വന ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചിയാണ്. ആരോഗ്യ ശൃംഖലയിലെ ഒന്നാമത്തെ ട്രോപ്പിക് തലത്തിലെ ജീവികൾ എപ്പോഴും ഇവർ ആയിരിക്കും. ആരാണ്? ഓപ്ഷൻ ഡി ഉൽപാദകർ. പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഓപ്ഷൻ ഡി അരുൺ അലോഷ്യസ്. ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ എ ബാർക്ക്, BARC. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ എ 1ഉം 4ഉം. താപത്തിന്റെ SI യൂണിറ്റാണ് ജൂള്. താപനിലയുടെ SI യൂണിറ്റാണ് കെൽവിൻ. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? ഓപ്ഷൻ ഡി ബലം, പാസ്കൽ എന്നതാണ് തെറ്റായ ജോഡി. അലുമിനിയത്തിന്റെ ഒരു ധാതുവാണ് ഏത്? അലുമിനിയത്തിന്റെ ഒരു ധാതുവാണ് ക്രയോലൈറ്റ്. തെർമോപ്ലാസ്റ്റിക് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ബേക്കലൈറ്റ്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിൻ ന്യൂനതകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി 2ഉം 3ഉം എന്നാണ് പറയുന്നത്. ദീർഘദൃഷ്ടിയും വെള്ളെഴുത്തും. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്നത് ദീർഘദൃഷ്ടിയും വെള്ളെഴുത്തും. 2023 സെപ്റ്റീമിയാസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടനാരാണ്? സെപ്റ്റീമിയാസ് അവാർഡ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ടൊവിനോ തോമസ്. 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം ഏതാണ്? ഓപ്ഷൻ സി കോയമ്പത്തൂർ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 1 മാത്രം ശരി. ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ്. നെക്സ്റ്റ് 1 അനാഫിലിസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം ഏതാണ്? ഓപ്ഷൻ സി മലമ്പനി. അനാഫിലിസ് പെൺകൊതുക് മലമ്പനി അല്ലേ? ശരിയായ ജോഡി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 1 മാത്രം ക്ഷയം, BCG. നെക്സ്റ്റ് 1 രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിനാവശ്യമായ ഘടകം ഏതാണ്? ഓപ്ഷൻ ബി ഇരുമ്പാണ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ്? ഹിമോഫീലിയ, ജനിതക രോഗം. താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? മൃതസഞ്ജീവിനി. അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി കുഷ്ഠം. നിപ്പ രോഗത്തിന്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏതാണ്? വവ്വാൽ. ഈ 72, 73, 21 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട ക്വസ്റ്റ്യൻ്റെ റിപ്പീറ്റാണ് ഈ വന്നേക്കുന്നത് അല്ലേ? ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള ജീവി ഏതാണ്? ഓപ്ഷൻ ഡി വൈറസ് ആണ്. ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏതാണ്? ഓപ്ഷൻ സി അലോപ്പതി. താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? എക്സൈസ് വകുപ്പുമായിട്ട് ഓപ്ഷൻ എ വിമുക്തി. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? മെഡിസെപ്പ്. ശൈശവവിവാഹം തടയുന്നതിൻ്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ സി പൊൻവാക്ക്. പൊൻവാക്ക്. മൃതസഞ്ജീവിനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസഡർ ആരാണ്? ഗുഡ്വിൽ അംബാസഡർ ഓപ്ഷൻ ഡി മോഹൻലാൽ. 2 - 5 + 6 - 6 × 5 + 3 ആൻസർ
ഓപ്ഷൻ സി ആണ് 0. ഒരു സ്കൂളിൽ 20 അധ്യാപകരുടെ ശരാശരി പ്രായം 35 ആണ്. 25 വയസ്സുള്ള അധ്യാപകർ സ്ഥലം മാറിപ്പോയി, പകരം 45 വയസ്സുള്ള അധ്യാപകർ വന്നു. ഇവരുടെ ഇപ്പോൾ ശരാശരി പ്രായം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 36. 83ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 84 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 85ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 86 ഓപ്ഷൻ ബി ആണ്. 87ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 88 ഓപ്ഷൻ സി. 89 ഓപ്ഷൻ ഡി. 90 ഓപ്ഷൻ ബി ആണ് ആൻസർ. 91 ഓപ്ഷൻ സി. 92 ഓപ്ഷൻ എ ആണ്. 93 ഓപ്ഷൻ സി ആണ്. 94ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 95ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 96ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 97ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 98ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 98ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 99ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 100ാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. LDCക്ക് മാത്രമല്ല, എല്ലാവരെയും LDCക്ക് എക്സാം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു കമൻറ്റ് ആദ്യം പറഞ്ഞത്. LP എക്സാം എഴുതുന്നവർക്ക് കൊണ്ടല്ലേ, എല്ലാവർക്കും ഈ എക്സ്റ്റ് വളരെ ഉണ്ട്. ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട ക്വസ്റ്റ്യൻസിൻ്റെ ബയോളജിക്കകത്ത് ഭാഗത്തിൻ്റെ റിപ്പീറ്റ് 4-5 ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നു അല്ലേ. അശ്വമേധം അതുപോലുള്ള അത് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് പഠിക്കണം എന്നുള്ളത് എത്ര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണെന്ന് നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു again.